ഊഹ് ഓളിയാ കേറിയാട്ടാ. ഇനി ബാക്ക് ഇടിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ഓ ഓക്കെ, കേറിപ്പോ അത്രേ ഉള്ളൂ. കേറിപ്പോ. ഫുൾ ത്രോട്ടിൽ. ആളിയാ എടുക്കണില്ല. ഇത് വലിയ അലമ്പില്ലാത്ത ഏരിയയാണ്. സിമ്പിളായിട്ട് കയറി വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുവേർട്ട് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് ഇന്ന് ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ലോഡും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മളിന്ന് വണ്ടിയിൽ കയറ്റിയിട്ടുള്ളത്. ഇതിനകത്തിരിക്കുന്ന അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം സൂക്ഷിച്ച് വേണം നമ്മൾ ഓഫ് റോഡിൽ കൂടെ കൊണ്ടുപോകാനായിട്ട്. പോരാത്തതിന് ഇതിനകത്തുള്ള സാധനങ്ങൾക്കൊന്നും ഡാമേജ് വരരുതെന്ന് പുള്ളിക്കാരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറേ കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഓഫ് റോഡാണ് പോകണമെങ്കിൽ നമ്മൾ ടയറിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ നോർമൽ ടയേഴ്സ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഗൈസ് വണ്ടി 4x4 ആണ്. അതുപോലെ നമ്മൾ ഡിഫറൻഷ്യൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഏത് കയറ്റം വന്നാലും നമുക്ക് കയറി പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ നെയിം ബോർഡ് മാറ്റിയിട്ടുണ്ട്. നമ്മളെ സ്വന്തം പേര് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഡിഫറൻഷ്യലിൻ്റെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. നമുക്ക് പതിയെ ഈ വള്ളത്തിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എടുത്ത് മാറ്റാട്ടോ ഗൈസ്. ഇവിടെ ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് നേരത്തെ വന്നൊരു പുള്ളിക്കാരൻ. നമുക്ക് വണ്ടി ഇവിടെ നിന്ന് നൈസായിട്ട് ഇറക്കി പോവാം. ഇച്ചിരി ഇഷ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഓഹ് ഗൈസ്, നമ്മളെ വണ്ടിയും ഗ്രൗണ്ടുമായിട്ടുള്ള സ്ഥലം ഇച്ചിരി ഹൈറ്റിലാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് പതുക്കെ ഇറക്കാം കേട്ടോ. ഇറങ്ങി വായോ, അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഓഹ് ഗൈസ്, ബാക്ക് ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കം തന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്ക് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാനായിട്ട് ഊരി മാറ്റിയതാണ്. കാരണം നമ്മൾ എക്സ്ട്രീം ഓഫ് റോഡിലോട്ടാണ് നമ്മൾ പോകാൻ പോണേ. അപ്പോൾ ഇതെല്ലാം വച്ചിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കിൽ ഒന്നും കാണത്തില്ല നമ്മൾ സ്ഥലം എത്തുമ്പോഴത്തേക്കും. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളവിടെ പോകുമ്പോഴത്തേക്കും നമ്മളെ വണ്ടി ഇതുപോലെ കാണുമെന്നൊരു ഉറപ്പില്ല. കാരണം അമ്മാതിരിയുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വണ്ടി കൊണ്ട് പോകാൻ പോണേ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പുള്ളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടിട്ട് വണ്ടിയുടെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോർമൽ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് എന്തായാലും ഗൈസ് ഈ റോഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കട്ട് ഓഫ് റോഡാണ്. ഒന്നും പറയില്ല, അങ്ങനത്തെ ഓഫ് റോഡാണ് വരാൻ പോണേ. വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. ഇവിടെ ഒരാൾ കൂടെ ഇരുന്ന് പോകാനുള്ള സ്ഥലം. അവിടെ ഇവിടെ വേറെ സീറ്റില്ലേ? ഒരു സീറ്റ് കൂടെ കിടപ്പുണ്ട് കേട്ടോ അവിടെ. നമുക്ക് പുറത്തെ വ്യൂ കൂടെ ഒന്ന് നോക്കി പോകാട്ടോ ഗൈസ്. അത്യാവശ്യം ഏതാണ്ടൊരു 8500 പെട്ടിയാണ് ഗൈസ് നമ്മളെ വണ്ടിക്കകത്ത് കുത്തി കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് എന്തോ മറ്റേ മെഡിസിൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണെന്നാണ് പറഞ്ഞത്, നമുക്കറിയത്തില്ല. അപ്പോൾ അത്രയും വെയിറ്റ് നമ്മളെ വണ്ടിയിലുണ്ട്. പലകയിൽ കൂടെ ഓർമ്മണ്ടാണ് കേട്ടോ ഈ സൗണ്ടൊക്കെ പറഞ്ഞേ. ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ. ഏതാ നോക്കിയേ. നമ്മൾ ഡിഫറൻഷ്യലൊന്നും ഇതുവരെ ഓണാക്കിയിട്ടില്ല. അതിൻ്റെ ആവശ്യം ഇതുവരെ നമുക്ക് വന്നിട്ടില്ല കേട്ടോ. അളിയ ട്രാക്കിൽ ഇതാ കുറച്ച് വെള്ളം. ഓ എടാ ഇവിടെ വണ്ടിയല്ല. ഇപ്പോൾ ഓക്കെ, വെള്ളം നോക്കിയേ. നമ്മൾ വെള്ളമൊക്കെ തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇങ്ങനത്തെ സ്ഥലമാണ് പ്രശ്നം കേട്ടോ. ഈ സൈഡിൽ പുല്ല് വളർന്നിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലുമൊക്കെ കാണും. നമുക്ക് കുറേ പ്രാവശ്യം അങ്ങനെ ടയർ പഞ്ചറായിട്ടുള്ളതാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അളിയാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് നമ്മുടെ ശരിക്കുള്ള ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ മുതുക്ക് തേരിയൊട്ടാണ് നമ്മുടെ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഡിഫറൻഷ്യൽ ഒന്നും ഇല്ലാതെ കയറി നോക്കാം. വണ്ടി നോർമലായിട്ട് കയറി നോക്കാം. എന്നിട്ട് നമുക്ക് കയറിയില്ലെങ്കിൽ മാത്രം നമുക്ക് ഡിഫറൻഷ്യലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പതിയെ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഇതെനിക്ക് കയറുമെന്ന് തോന്നുന്നില്ല, എന്നാലും കണ്ട ഗൈസ് അത്യാവശ്യം നല്ല ലോഡുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓടിച്ച് കാണിക്കണേ. അത്യാവശ്യം നല്ല ലോഡുണ്ടാ. ഈ വണ്ടി ഡിഫറൻഷ്യലൊന്നും ഇല്ലാതെ നോർമലായിട്ട് വലിക്കത്തില്ല. സോ നമുക്ക് ബാക്ക് എടുത്തിട്ട് പയ്യെ ഡിഫറൻഷ്യലും എല്ലാ സംഭവം ഓണാക്കിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് എടുത്ത് നോക്കാട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഫ്രണ്ടിലുള്ള ഡിഫറൻഷ്യൽ ഓണാക്കി, പിന്നെ നമ്മൾ റെയറിലുള്ള ഡിഫറൻഷ്യൽ ഓണാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇനി ഓണാക്കാനൊന്നുമില്ല പണ്ടാരം. ഓക്കെ, ഇനി നമുക്ക് കയറ്റി നോക്കാം. ഇനി വണ്ടി സുഖമായിട്ട് കയറി വരും കേട്ടോ. ഈ സ്ഥലമൊക്കെ നൈസായിട്ട് നമ്മളെ വണ്ടി കയറിക്കോളും. അത്രേ ഉള്ളൂ. കണ്ട, നേരത്തെ കടന്ന് പതുങ്ങിയ സ്ഥലമൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. അളിയ ഇതും കയറാനുള്ള ചാൻസ് കുറവാട്ടോ ഗൈസ്. ഞാൻ ടയർ ചെറുതായിട്ട് മാറ്റാൻ മറന്നുപോയി.
നമ്മളെ ഓഫ് റോഡ് ടയറാണ് ശരിക്കും പറഞ്ഞാൽ ഇടേണ്ടിയിരുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല തേരിയാണ് അളിയ. നമ്മളെ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല തേരിയാണ്. ഓ ഓ ഓ എങ്ങോട്ട് പോണേ? ലെറ്റ്സ് ഗോ. അത്യാവശ്യം വലിയ തേരിയാണ്. ഓക്കെ, ഒരു ചെറിയ വളവുണ്ട് കേട്ടോ ഇവിടെ. ലെറ്റ്സ് ഗോ. ഇതൊക്കെ അത്രേ ഉള്ളൂ കൈ. അപ്പോൾ അവിടെ നമ്മളെ വണ്ടി അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. പിന്നെ അല്ല ഗൈസ്, അങ്ങോട്ടൊക്കെ ഇച്ചിരി നല്ല റിസ്ക് ഉള്ള സ്ഥലമാണ്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കൊക്കയാട്ടോ. ഓ വലിക്കുന്നില്ലടേ വണ്ടി. ഡിഫറൻഷ്യലെല്ലാം ഓണാക്കിയിട്ടും വലിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ടയർ പിടുത്തം കിട്ടുന്നില്ല, അതാ കാര്യം. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. നമുക്കിവിടെ പതിയെ എടുക്കാം കേട്ടോ, കാരണം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സൈഡ് കയറി ചരിയാൻ ചാൻസ് ഉണ്ട്. രണ്ട് സൈഡും പാറയാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അല്ല ഓളിയാ ബാക്ക് കയറി ഇടിച്ചെന്ന് തോന്നട്ടെ എവിടെയോ ഗൈസ്. ഇനി നല്ലൊരു കിടിലം വളവാണ്. വളവ് കഴിഞ്ഞിട്ടൊരു തേരി ഉണ്ട് കേട്ടോ, അതാണ് നമ്മൾ ഒടിച്ച് കയറ്റേണ്ടത്. ഓക്കെ, കയറോ നോക്കാം നമുക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഫുള്ള് തിരിച്ചിട്ടുണ്ട്, ഇത്രേ വരത്തുള്ള കേട്ടോ. ഓ ഒറ്റ ടേണിൽ കയറി കേട്ടോ. നമ്മൾ റിവേഴ്സും പോയിട്ടില്ല, ഒറ്റ ഒടുവിൽ കയറി വന്നിട്ടുണ്ട്. നല്ല വലിയ തേരിയായിട്ട് കയറുന്ന കാര്യം നമുക്ക് ഡൗട്ടാണ് കേട്ടോ. ഏതാണ്ട് ഇത്രയും വലിയ തേരിയാണ് നമ്മളെ വണ്ടി കയറിയിട്ടുള്ളത്, ഇത്രയും ലോഡ് വെച്ചിട്ട്. ലെറ്റ്സ് ഗോ. ഇന്ത്യ റിവ്യൂ കാണിച്ചു തരാം കേട്ടോ കുറച്ച് നേരം. ഏതാണ്ട് നല്ല ലോഡ് ഉണ്ട്, കാണുന്ന പോലെ അല്ല ഗൈസ്. ഇനി ഒരു കിടിലൻ തേരിയാണ്. ഓക്കെ, വായോ 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 വായോ. ഇതെനിക്ക് തോന്നില്ല കേട്ടോ, ഇത് ഒറ്റ ഒടുവിൽ കയറി വരുമെന്ന് തോന്നുന്നില്ല. ഇത് അത്യാവശ്യം നല്ല വലിയ വളവാണ്. ഫ്രണ്ട് നോക്കട്ടെ അളിയ, അതിന് ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ. ഇനി അങ്ങോട്ട് കയറത്തില്ല. വണ്ടി ഡാമേജ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് പതിയെ കയറിപ്പോട്ടാ, വേറെ സീനൊന്നുമില്ല. ഒളിയ മറിയോടെ. ബാക്ക് ടയർ നിലത്ത് കുത്തിയല്ല കേട്ടോ നിൽക്കണേ. ലെറ്റ്സ് ഗോ, കയറി വാ, അത്രേ ഉള്ളൂ. പിന്നെ അല്ല എടാ കയറിയടാ, അത് എടാ കയറിയില്ല കേട്ടാ. ആളിയാ ചാടിക്കളിക്കുന്ന വണ്ടി ഗൈസ്. ടയർ കറങ്ങുന്നുണ്ട് കേട്ടോ, പക്ഷെ ഗ്രിപ്പ് കിട്ടുന്നില്ല, അതാ കയറാത്തെ. ആടിയാ എന്ത് ചാട്ടോടാ ഇത്. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് ബാക്ക് പോവാൻ നടക്കത്തില്ല കേട്ടാ. വണ്ടി ചാടിക്കളിക്കുക അവിടെ നിന്ന്. നമുക്കേ കുറച്ചൊന്ന് ഇനി ബാക്കിൽ സ്ഥലമുണ്ടാ? ബാക്കിൽ സ്ഥലമില്ല കേട്ടാ. ഓക്കെ, ഇനി നമുക്കൊന്ന് എടുത്തു നോക്കാം. മിക്കവാറും നമ്മൾ വലിച്ച് കയറ്റേണ്ടി വരും, ചെറുതായിട്ട് റോപ്പിട്ട് കയറ്റേണ്ടി വരും കേട്ടോ, അല്ലാതെ കയറുമെന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കാം. ഓ ഇല്ല 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 ഇല്ല, വീണ്ടും ചാടി കളിക്കുകയാണ്. നമ്മൾ അത്യാവശ്യം ഒരു ഹൈ എൻഡ് സസ്പെൻഷനാണ് ഇതിൽ കയറ്റിയിട്ടുള്ളത് കേട്ടോ, അതാണ് ഇങ്ങനെ നടന്ന് ചാടി കളിക്കുന്നത്. മറ്റേ സ്പ്രിങ് അല്ല നമ്മൾ വെച്ചിട്ടുള്ളത്, സ്പ്രിങ് അല്ല സോറി, നമ്മൾ ലീഫല്ല വെച്ചിട്ടുള്ളത്, വേറൊരു സാധനം നമ്മൾ വെച്ചിട്ടുള്ളത്. ഓ ഗൈസ്, ആ തെങ്ങിൽ തട്ടി നമ്മളെ ചെറുതായിട്ട് നമ്മളെ ഗ്ലാസ് ഒന്ന് വളഞ്ഞായിരുന്നു. സീനില്ല. ഈ സൈഡ് വഴി കയറ്റി നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ല ഇതിൽ ഇച്ചിരി എക്സ്ട്രീം ഓഫ് റോഡാണ്, പെട്ടെന്നൊന്നും കയറി വരത്തില്ല. ആ കയറി 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 മച്ചു കയറുന്നില്ല കേട്ടോ വണ്ടി. ഗൈസ് നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് ഒന്നുകൂടെ കയറ്റി നോക്കാം. നോർമലായിട്ട് എന്തായാലും കയറി വരത്തില്ല കേട്ടോ, ഇത് അത്യാവശ്യം ഇച്ചിരി നല്ല കയറ്റമുള്ള ഏരിയയാണ്. നോർമലായിട്ട് നമ്മളെ വണ്ടി കയറുമെന്ന് തോന്നണില്ല ഗൈസ്. ഡിഫറൻഷ്യലും കാര്യങ്ങളെല്ലാം ഓണാണ്, നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഇച്ചിരി പ്രശ്നമുള്ള ഏരിയയാണ് ഇത്. ഒറ്റ ഒടുവിൽ എന്തായാലും കയറി വരത്തില്ല, നോക്കാം. വണ്ടി മറിയാനും ചാൻസ് ഉണ്ട്. കയറി വാ കയറി വാ കയറി വാ കയറി വാ കയറി വാ. ആ കണ്ടത്തൊക്കെ കയറി പോകുന്നതാ. ബാക്ക് എടുക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ഇനി ഒന്ന് കയറ്റി നോക്കാം, എത്ര ദൂരം കയറുമെന്ന് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റും കയറിട്ട് വലിക്കാം, അല്ലാതെ ഇത് വരത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുവരെ നോർമലായിട്ട് കയറും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, പതിയെ വലിച്ചു നോക്കാം കേട്ടോ. കയറി വന്നാൽ മതിയായിരുന്നു, ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ കയറിക്കോളും, അത്രേ ഉള്ളൂ. പിന്നല്ല ഗൈസ്, വണ്ടി അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. ആഹാ ഗൈസ്, ഇനി എടാ ഇനി ചെറിയൊരു
ഗൈസ് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കിയെടുത്തില്ലെങ്കിൽ മറിയും. ലോഡ് ഉള്ളതുകൊണ്ട് തന്നെ മറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയെടുക്കുക. ആ സ്ലോപ്പിൻ്റെ അറ്റത്തൂടെ തന്നെ നമുക്ക് വണ്ടി എടുക്കാം കേട്ടോ. ഒരു ടയറെങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഏതാണ്ട് നമ്മളതിൻ്റെ ഓ ഓ ഗൈസ് ഇത് പണിയാവും. കുറച്ച് ബാക്ക് എടുക്കുക. ഒരു കാര്യം ചെയ്യാടേ, അത് നമുക്ക് സ്പീഡിലങ്ങ് എടുക്കാം. കയറി വന്നോളും കേട്ടാ, വേറെ സീനൊന്നുമില്ല. ഓ ഓളിയോ, അത് ഏതാ സ്ഥലമില്ലേ, ഏതാണ്ടങ്ങ് സ്ലിപ്പായി പോയി കേട്ടാ താഴെ. ഒരു ചെറിയ വളവ് കേട്ടാ, നോക്കിയെടുക്കാം. ആ ഒടിഞ്ഞു ഓടിഞ്ഞു ഓടിഞ്ഞു ഓടിഞ്ഞോ, അത്രേ വരത്തുള്ള കേട്ടാ. പതിയെ റിവേഴ്സ് എടുക്കുക ഗൈസ്. ഇവിടെ ഈ വളവും തിരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ, ചുമ്മാ അല്ല ഇതുവഴി ആരും വരാത്ത. നല്ലൊരു കിടിലൻ തേരിയാണ് കേട്ടോ ഗൈസ് ഇനി അടുത്തുള്ളത്. ഇത് കയറുമെന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക്. ഓ വണ്ടി ചാടി ചാടി നിൽക്കുക കേട്ടോ. ഇവിടെ നമ്മൾ കയറ് കൊടുക്കേണ്ടി വരും കേട്ടോ മിക്കവാറും. അമ്മാതിരിയുള്ള തേരിയാണ്. നമുക്കൊന്ന് നേരെ കയറ്റി നോക്കാം. ആദ്യം നമുക്ക് ഓക്കെ കുറച്ചുകൂടെ വണ്ടി ഇറങ്ങി വരും കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊന്ന് സ്പീഡിൽ കയറ്റി നോക്കാം കൈ. 100% കയറുമെന്ന് ഉറപ്പില്ല. അത്യാവശ്യം നല്ല വലിയ തേരിയാണ് കേട്ടോ കൈ ഇത്. ആളിയാ കയറത്തില്ല കൈ, നമ്മൾ വീണ്ടും കയറിട്ട് കൊടുക്കേണ്ടി വരും, അല്ലാതെ മച്ചാൻ കയറി വരത്തില്ല. ആ കയറി 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 അത്രേ ഉള്ളൂ ഗൈസ്. ഏതാണ്ട് ജസ്റ്റ് മിസ്സിനാട്ടാ കയറി വന്നാൽ, അല്ലെങ്കിൽ ഇപ്പം കൊക്കയിൽ കിടക്കുവരും നമ്മൾ. ഇനി അങ്ങോട്ട് ഇച്ചിരി കല്ലും അതുപോലെ പാറയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നോക്കിപ്പോയില്ലെങ്കിൽ ആക്സിലും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞിരിക്കും അവിടെ. എടാ ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ, നല്ല തിരിവാണ്. ഓ എടാ എടാ ടയറൊക്കെ താണ്ട എയറിലാവുന്നു. ഓക്കെ അവിടെ അവിടെ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കും, അതൊന്നും നമ്മൾ മൈൻഡ് ആക്കല്, കാരണം നീ അങ്ങോട്ട് ഓഫ് റോഡാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. വണ്ടി മറിയാൻ വിടല്ലേ കേട്ടോ, അതാണ് നമ്മുടെ. ഓക്കെ വണ്ടി മറിയാൻ നമ്മൾ വിടല്. ഓ ഇവിടെ ചെറിയൊരു തേരിയുണ്ട്. ഇത് കുഴപ്പമില്ലാത്ത തേരിയാണെന്നാട്ടോ തോന്നേ, കയറി വരുമെന്നാ തോന്നേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് വലിയ അലമ്പില്ലാത്ത തേരിയാണ്, സിമ്പിളായിട്ട് കയറി വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മാൻ ട്രക്കിന് അത്യാവശ്യം നമ്മുടെ നോർമൽ ട്രക്കിനെക്കാട്ടും നല്ല വലിവുള്ള വണ്ടിയാണെന്നാണ് തോന്നേട്ടാ. നമ്മൾ കുറേ നോർമൽ വണ്ടി ഇതുപോലത്തെ തേരിയിലൊക്കെ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിവൊന്നും വേറൊരു വണ്ടി തന്നിട്ടില്ല. ഗൈസ് നമ്മൾ ഏതാണ്ട് ഈ മലയുടെ മണ്ടയ്ക്കില്ല കേട്ടോ, നമ്മൾ ഏതാണ്ട് പകുതിയായിട്ടുള്ളൂ. ഇനി കുറച്ച് ദൂരം സ്ട്രെയിറ്റ് റോഡാണ്, പക്ഷെ കല്ലും മണ്ണൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, അത് നോക്കിപ്പോയില്ലേ പണിയാവും. ലെറ്റ്സ് ഗോ. ആ പോട്ടെ 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 പോട്ടെ. ഓക്കെ ഗൈസ് ഈ സൈഡിൽ 2 കമ്പി കിടക്കുന്നുണ്ടോ, അത് ഇനി ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ബെൻഡാവാൻ ചാൻസ് ഉണ്ട് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ. ഒന്നാമതേ വണ്ടിക്ക് ഹൈറ്റ് ഇല്ല, അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ ചരിച്ചൊക്കെ എടുക്കേണ്ടി വരും. കണ്ട ഫ്രണ്ട് ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ. കയറ്റി നോക്കാട്ടോ. കയറി 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 ഗൈസ് നടുക്ക് പിടിച്ച് കേട്ടോ, അതാണ് കാര്യം. കുറച്ച് റിവേഴ്സ് എടുത്തിട്ടേ നമുക്ക് സ്പീഡിൽ എടുക്കാം, അല്ലാതെ കയറത്തില്ല. ഓ അടി പിടിച്ചടാ, അടി പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ. എടാ ഫ്രണ്ടിലും പോകുന്നില്ല, ബാക്കിലോട്ട് പോകുന്ന നോക്കട്ടെ. ടയർ വല്ലതും തിരിച്ച് നോക്കട്ടെ. എന്തായാലും കൊക്കേ കിടക്കും നമ്മൾ. ഓക്കെ ഓക്കെ ഗൈസ് ടയർ പിടിക്കുന്നില്ല. ആളിയാ ഇനി അങ്ങോട്ട് തിരിച്ചു നോക്കട്ടെ, എങ്ങാനും പിടിച്ചാലോ. ഓക്കെ അങ്ങോട്ട് കറക്കിയപ്പോൾ പിടിച്ചേട്ടാ. ഗൈസ് വണ്ടി വലിച്ചിട്ട് വരുന്നില്ല, എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റക്കായി പോകുന്നു തോന്നാട്ടാ. ആ വാ 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 വാ. ഓളിയാ കയറിയാട്ടാ ചെറുതായിട്ട് വലിച്ചപ്പോൾ തന്നെ വന്നു. ഇനി ബാക്ക് ഇടിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ഓ ഓക്കെ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ സേഫാണ്, ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ച അവിടെ ഇടിക്കുമെന്ന് കേട്ടാ, ഒന്നും തന്നെ പറ്റിയിട്ടില്ല ഗൈസ്. ഇനി കുറച്ച് ദൂരം അത്യാവശ്യം ഹെവി ഓഫ് റോഡാണ്. ഇവിടെ ചെറിയ കൊക്കയൊക്കെ ഉണ്ട്, നോക്കിയെടുത്തില്ലേ പണിയാവും. ഓ കുറച്ച് സ്പീഡിൽ എടുക്കാം കേട്ടോ, കാരണം അവിടെ ഒരു സൈഡ് കുഴിയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്.
ചെറിയ സ്ലഷ് കേട്ടോ ഇവിടെ. ചെളിയാട്ടോ ഗൈസ്. അതുകൊണ്ട് ടയർ ഒട്ടും ഗ്രിപ്പ് കിട്ടുന്നില്ല ഇവിടെ. കേറ്. പതിയായാലും കേറി വരുന്നുണ്ട് കേട്ടോ. വായോ. പിന്നല്ല ഗൈസ്, ഒന്നും ആയിട്ടില്ല കേട്ടോ. ഒന്നും ആയിട്ടില്ല, ഒരു സ്ഥലത്തും നമ്മളായിട്ടില്ല. എടാ വണ്ടി താനെ ഓഫായി ചേട്ടാ. നമ്മൾ കുറേ നേരമായല്ലോ, ക്ലച്ചൊക്കെ കരിഞ്ഞ് കാണും ഇപ്പം തന്നെ. പോരാത്തന്നെ നല്ല ലോഡും ഉണ്ടല്ലോ ഗൈസ്, അപ്പം അതാണ് വിഷയം. വായോ ഗൈസ്. മറിയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇവിടെ വിഷയമല്ല കേട്ടോ. ആ കേറി. നമുക്ക് ഈ രണ്ട് പാറയുടെയും നടുക്കൂടെ എടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ഓ, അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ തീർന്നു കൈ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്കതിൻ്റെ നടുക്കൂടെ തന്നെ എടുക്കണം കറക്റ്റായിട്ട്. ഓക്കെ, സെറ്റ്. അവിടെ കടന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ചെളിയുണ്ട്. വണ്ടി കയറില്ല. കയറിയാ മച്ചാനെ, അത്രേ ഉള്ളൂ. ഓ അളിയാ, മറിയ വരുന്ന കേട്ടോ ഇപ്പൊ തന്നെ. റോപ്പിടേണ്ടി വരുമോ ഗൈസ്? അവിടെ നിന്ന് കറങ്ങുവാണ് കേട്ടാ. ചെറുതായിട്ട് നമുക്ക് റോപ്പിട്ട് കൊടുക്കാം, അതല്ലാതെ കയറി വരത്തില്ല കേട്ടാ. ഓക്കെ, വാ. ഇത്രയും നല്ല സപ്പോർട്ട് ഞാൻ തരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അവിടെ കയറിയിട്ടുണ്ട്. ഇച്ചിരി പ്രശ്നമുള്ള ഏരിയ കഴിഞ്ഞ കേട്ടാ. ഇനിയൊരു മുതുക്ക് തേരിയാണുള്ളത്. ഓ ആളിയ, ഈ തേരി പ്രശ്നം കേട്ടോ. നിന്ന് കറക്കുവാണ് വണ്ടി, കയറില്ല. അത്യാവശ്യം നല്ല തേരിയാണ് കേട്ടോ, ചുമ്മാ വല്ല കയറാതെ. അളിയാ ജമ്പ് ചെയ്ത് കളിക്കില്ല നേരത്തെ പോലെ, പണി പാളും ഗൈസ്. നമുക്ക് പതിയെ റോപ്പിട്ട് കൊടുക്കാം, അല്ലാതെ ഇവിടെ കയറത്തില്ല. ഓ ലെറ്റ്സ് ഗോ. കേറി അടി പിടിച്ചിരിക്കുക കേട്ടാ. അത് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇതിങ്ങനെ പോകാൻ പറ്റും. ഈ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി റിസ്ക് ആണ്, പക്ഷെ നമ്മളെ വണ്ടി ഇതുവരെ സേഫാണ് കേട്ടാ. അളിയാ ടയർ പിടിക്കണില്ല, വീണ്ടും പിടിക്കണില്ല. എന്ത് സ്ഥലമാടാ ഇത്. ഓക്കെ, സെറ്റ്. നമുക്ക് പതിയെ ചരിച്ചെടുത്താലോ, ഇങ്ങനെ എടുത്താലോ. അപ്പോൾ ബാക്ക് ടയർ കയറിക്കോളും. എന്ത് പറയുന്നു. ഓ വീണ്ടും നമ്മളെ ഫ്രണ്ട് ടയർ എയറിലാട്ടോ. എത്ര വട്ടമാണ് കൈ ഞാൻ വലിച്ച് കളിക്കുന്നത്, കുറേ നേരം കേട്ടോ. നമ്മൾ കുറേ നേരം ഇത് വലിച്ച് കളിക്കുമോ ഇങ്ങനെ. ഓക്കെ, ഇപ്പം കയറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ആളിയാ, ഇത്രയും പ്രശ്നമുള്ള സ്ഥലത്തൂടെ നമ്മൾ ഇതുവരെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടില്ല കേട്ടോ. ഇച്ചിരി കടന്നുപോയി. നോറണ്ണറിലൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, പക്ഷെ ഡീമെഞ്ചിയിൽ ഫസ്റ്റ് ടൈം ആണ് ഗൈസ്. ഓ ലൈറ്റ് പോയി. കാര്യമില്ല ഗൈസ്, നമുക്ക് പുള്ളിക്കാരൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടിക്ക് എന്ത് ഡാമേജ് വന്നാലും നമ്മുടെ ലൈഫ് റിസ്ക് ചെയ്താണ് നമ്മൾ ഈ മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ചെളി കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ കണ്ടോളാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചെളിയാണ് കേട്ടോ, വണ്ടി ചറുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ് അത് കുളമാണോ അതാ എന്തുവാണത്? സ്വിമ്മിങ് പൂൾ പോലെ ഉണ്ട്. നല്ല വെള്ളമാണ് കേട്ടോ വരാൻ പോണേ. നമ്മൾ വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. അകത്തിരിക്കുമ്പോൾ ഒരുമാതിരി ട്രാക്ടറിൻ്റെ സൗണ്ട് കേട്ടോ വണ്ടിക്ക്. എഞ്ചിനകത്ത് വെള്ളം കയറാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓ പുക വരുന്ന കണ്ട ഗൈസ്. ലെറ്റ്സ് ഗോ. നല്ല ചെളിയാണ്, അതുകൊണ്ടാണ് ഈ സൗണ്ട് പറഞ്ഞത്. കേറി. ഒരു ലൈറ്റ് പോയി കേട്ടോ ഗൈസ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ലെറ്റ്സ് ഗോ. കേറിപ്പോര് അത്രേ ഉള്ളൂ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ വണ്ടി പോകും കേട്ടാ. വണ്ടിയും നമ്മളും ഉദാവഹ. ഏതാണ്ട് നല്ല തേരിയുണ്ട്. ആ പൊക്കോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെയും അത്യാവശ്യം നല്ല തേരിയാണ്. ആ കയറിപ്പോട്ടെ. കളിയാ ഫ്രണ്ട് ഇടിച്ച്.
കയറി വാടേ ഒന്ന്. ഗൈസ് ടയർ പിടിക്കുന്നില്ല ഗൈസ്, അത്രേ ഉള്ളൂ ഗൈസ്. ഹൈവേയിൽ ഓടേണ്ട വണ്ടീനെ കൊണ്ടാണ് ഞാൻ ഈ പട്ടിപ്പണി എടുപ്പിക്കണേന്ന് ആലോചിക്കണം. വണ്ടിയിൽ കാര്യമില്ല കേട്ടോ, ഡ്രൈവറിലാണ് കാര്യം ഗൈസ്. നമ്മൾ എവിടെയും പോകും, ഏത് വണ്ടിയും കൊണ്ട് നമ്മൾ എവിടെയും പോകും ഗൈസ്. 4 ടയർ ഉണ്ടായിരുന്നാൽ മതി. ഇന്നല്ല, കയറിപ്പോ കയറിപ്പോ കയറിപ്പോ, അത്രേ ഉള്ളൂ. നമ്മൾ ഏതാണ്ട് എത്താറായെന്നാണ് ഗൈസ് തോന്നണേ. അകത്തിരുന്ന് ഓടിക്കാൻ ഇച്ചിരി പാടാട്ടോ ഇത്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും വേണം നമുക്ക്. വായോ 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 വായോ. ചെറുതായിട്ട് അടി ഇടിച്ചിട്ടുണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. അടുത്ത പാര. ഞാൻ വിചാരിച്ച് തീർന്നു കേട്ടാ. അളിയാ എന്ത് സ്ഥലോടാ അത്. പക്ഷെ ഏതാണ്ട് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്താന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ സ്ഥലം നമ്മൾ എത്തുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ തേരിയൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന കേട്ടാ തോണേ. ഇത് എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. കയറിപ്പോ കയറിപ്പോ കയറിപ്പോ, അത്രേ ഉള്ളൂ. കയറിപ്പോ 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 കയറിപ്പോ. ഇത്രയും സ്ഥലം കയറ്റി കൊടുക്കാനാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്ത് ഏതാണ്ട് റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. വലിച്ചേരട്ടെ. വായോ 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 ഗൈസ്. അത്രേ ഉള്ളൂ, നമ്മളെ വണ്ടി കയറി വരുന്നുണ്ട്. ഫൈനലി നമ്മൾ റോഡെത്തി ഗൈസ്. എൻ്റെ അളിയ, ഇത്രയും എത്താനാണ് ഗൈസ് നമ്മൾ ഇത്രയും പാടുപെട്ടത്. നമുക്കിനി ഡിഫറൻഷ്യലിൻ്റെയും അതുപോലെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് നോർമൽ സ്പീഡിൽ പോവാം. ലെറ്റ്സ് ഗോ. ഈ തേരി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാറുകൾക്ക് നിർത്തേണ്ട സ്ഥലം എത്തും. അവിടെ നമുക്ക് എന്തായാലും വണ്ടി പാർക്ക് ചെയ്ത് തരാം കേട്ടോ. നമ്മൾ ഏതാണ്ട് എത്ര ഹൈറ്റിലാണ് കയറി വന്നേ നോക്കിയ ഗൈസ്. അത്യാവശ്യം ഏതാണ്ട് നമ്മൾ താഴേന്ന് മേളറ്റം വരെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടാ. ഈ ചെറിയ തേരി വരെ ഇത് വലിക്കാൻ ഇത്ര പാടുപെടുന്നടാ. താഴത്തെ തേരിയൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് മുകളിലോട്ട് വന്നപ്പോൾ തന്നെ ഏതാണ്ട് വണ്ടിയുടെ കട്ടയും പടയും മുടങ്ങി കേട്ടാ. ഇതാണ് അവിടെ ക്യാമ്പ് കേട്ടോ. നമ്മളിവിടെയാണ് നമ്മളെ സാധനം നമ്മൾ ഇറക്കേണ്ടത്. അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ വന്നിട്ട് അവർ കളക്ട് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം ഗൈസ്. ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് തന്നെ ഒതുക്കി ഇടണം. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കയറ്റിയിടാം അല്ലേ. ഇതിൻ്റെ അകത്ത് എന്ത് സാധനമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു അല്ല ഇല്ലീഗലായിട്ടുള്ള സാധനം ആരൊക്കെയാണ് കൂടുതലും ചാൻസ്. അപ്പോൾ നമ്മൾ എന്തായാലും സാധനം ഇവിടെ നമ്മൾ ഒതുക്കിയിടാൻ പോവാണ്. ഇപ്പോൾ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഫ്രണ്ട് ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ കുറേ സാധനങ്ങൾ നമ്മളെ വണ്ടിയിൽ നിന്ന് ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് നമ്മൾ പുള്ളിക്കാരുടെ നിന്ന് പൈസ വാങ്ങുന്നതായിരിക്കും ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ വേറൊരു ദിവസം ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.